1.5 മാസം കൊണ്ട് 6 കിലോ കുറക്കണമെന്നുള്ള തീരുമാനം എടുത്തതിന് ശേഷമാണ് ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാഴ്ചത്തേക്കുള്ള ഡയറ്റിനുള്ള ഗ്രോസറീസാണ് ഇതെല്ലാം. കുക്കുംബർ, ക്യാരറ്റ്, ചീര, മുട്ട, ചിക്കൻ, ഓറഞ്ച്, അവക്കാഡോ, ലെമണ്, പനീർ, തൈര്, പാല്, ഗീ, ബട്ടർ. ഈ ഒരു വെയിൻ മെഷീൻ വെച്ചിട്ട് ഞാൻ പക്ക ക്വാണ്ടിറ്റിയും ChatGPTയിൽ നോക്കിയിട്ട് കറക്റ്റ് കലോറിയും നോക്കിയിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. കാർബ്സ് ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ റിച്ച് ഡയറ്റാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാർബ്സ് ഫുള്ളായിട്ട് കട്ട് ചെയ്തതുകൊണ്ടും 2.25 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാവാം ഭയങ്കരമായിട്ട് ക്ഷീണം വന്നു തുടങ്ങി. എനിക്കൊരു 1 വീക്കിൽ വെയിറ്റെല്ലാം 2 കിലോ കുറഞ്ഞു, പക്ഷേ ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ ChatGPTയുടെ നിർദ്ദേശപ്രകാരം ഡയറ്റൊന്ന് മാറ്റിപ്പിടിച്ചു. ഫിഷ്, കോളിഫ്ലവർ, കാബേജ്, മത്തന്, ഗ്രീൻ ആപ്പിള്, കടല, പേരക്ക, ബ്രൗൺ റൈസ്, മട്ട റൈസ്, തിന റൈസ്, മോര്, പപ്പായ, ചിയ സീഡ് എല്ലാമായിട്ട് ഞാനൊരു കാർബ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ഡയറ്റാണ് സ്റ്റാർട്ട് ചെയ്തത്. കാർബ്സ് കഴിച്ചു തുടങ്ങിയിട്ടും പക്ഷേ ക്ഷീണത്തിനൊരു കുറവില്ലായിരുന്നു. 3 മണിക്കൂറൊക്കെ ഒരു ക്ഷീണമില്ലാതെ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു ഞാൻ. 2.5 മണിക്കൂറൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ചെയ്യണ പോലെയായി. പിന്നെ വെയിറ്റ് ആണെങ്കിലും ഒട്ടും കുറയണമില്ല. എന്തായാലും തോൽക്കില്ലാന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ച് രാത്രി ഈ ഒരു പേരക്കയിൽ ഡിന്നർ ഒതുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദുഷ്ടനായ എൻ്റെ ഒരു കസിൻ എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നു. സമയം വൈകിട്ട് 5 മണിയാണെന്ന് ഓർക്കണം. ഈവനിങ് ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ഫുഡേ കഴിക്കണുള്ളൂ. പക്ഷേ എനിക്ക് അപ്പം എന്തെന്നായാലും വേണ്ടില്ല, എനിക്ക് അപ്പം ബിരിയാണി കഴിക്കണം. ഞാനൊന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ ഒരു കുക്കർ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. മുമ്പൊരു പ്രാവശ്യം 21 കിലോ കുറച്ച ആളാണെന്ന് ഓർക്കണം ഞാൻ. 3 മാസം ഒരു രീതിയിലും എന്നെ ആർക്കും പ്രൊവോക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഡയറ്റും വർക്കൗട്ടും ചെയ്യണ എല്ലാവർക്കും എനിക്ക് തരാനുള്ളൊരു ഉപദേശം എന്ന് വെച്ചാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് കുറയും. പിന്നെ ആ തടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറക്കാമെന്ന് പറഞ്ഞാൽ നല്ല പാടാണ്, കുറയൂല. സത്യത്തിൽ ഈ കുക്കർ ബിരിയാണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് കഴിച്ച് കഴിയണത് വരെ ഒരു കുറ്റബോധം ഉണ്ടായില്ല. ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ രേവതി പറഞ്ഞ പോലെ നല്ല എരിവ്. അപ്പോൾ ഫ്രിഡ്ജിലൊരു പീസ് കേക്ക് ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. പിന്നെ ഒരു ചിക്കു ഷേക്കും ഒരു ബോണ്ടി, ഇത്രയും ഞാൻ കഴിച്ചുള്ളൂ. ഇതെല്ലാം എത്ര കലോറി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ChatGPT നോക്കാനേ പോയില്ല.